ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 17. അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് നളകൂബര മണിഗ്രീവ ശാപവും ശാപമോക്ഷത്തെയും കുറിച്ചാണ്. അപ്പം നമുക്ക് ഈ നളകൂബരനും മണിഗ്രീവനും ഒക്കെ ആരാണെന്ന് ഒന്ന് നോക്കാം. അഷ്ടദിക്പാലകനും ധനപുഷ്ടിയാൽ കുബേരനുമായ വൈശ്രവണന്റെ പുത്രന്മാരാണ് നളകൂബരനും മണിഗ്രീവനും. അപ്പോൾ തങ്ങള് ധനപതിയുടെ നന്ദന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്, സുന്ദരന്മാരാണ്, എന്തും ചെയ്യാൻ കഴിവുള്ളവരാണ്, ആരാലും പൂജിക്കപ്പെടുന്നവരാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് അഹങ്കാരത്തോടു കൂടി അവരിങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവർ മദ്യപാനമൊക്കെ ചെയ്ത് മതോന്മത്തരായിട്ട് കുറേ സുന്ദരി പെൺകുട്ടികളുമായിട്ട് പാവന മന്ദാകിനിയായ ഗംഗയുടെ തീരത്ത് ഭഗവാൻ പരമശിവൻ പള്ളി കൊള്ളുന്ന കൈലാസ ശൈല പർവ്വതത്തിനടുത്ത് ഈ പെൺകുട്ടികളും ഈ നളകൂബര മണിഗ്രീവന്മാരും വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കരയിൽ വെച്ചിട്ട് പരിപൂർണ നഗ്നരായിട്ട് ഗംഗയിലിറങ്ങി അവര് മദന ക്രീഡകളൊക്കെ നടത്തി. അപ്പോൾ ആ സമയത്ത് നാരദമുനി മൃത്യുഞ്ജയ ദർശനത്തിന് വേണ്ടിയിട്ട് കൈലാസത്തിൽ എത്തി. അപ്പോൾ കൈകാലുകളും മുഖവും ഒക്കെ ഒന്ന് കഴുകിയിട്ട് ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ മന്ദാകിനി തടത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച മുനീശ്വരനെ അത്യന്തം കോപകുലനാക്കി തീർത്തു. അപ്പോൾ നഗ്നരായി പുണ്യഗംഗയിൽ സ്നാനം ചെയ്യുന്നത് തന്നെ പാപകരമാണ്. അതിലും വിശേഷിച്ച് നഗ്നരായ ഗംഗയിൽ രതിക്രീഡയാടി വിഹരിക്കുന്നത് അതിലേറെ അത്യന്ത പാപകരവുമാണ്. അപ്പോൾ ഈ മദ്യം ഒക്കെ കുടിച്ച് ധർമ്മമെല്ലാം മറന്ന് ബോധമില്ലാത്തവരെ പോലെ പെരുമാറിയ നിങ്ങൾ ബോധവും ചേതനയും ഇല്ലാത്ത മരുതുമരങ്ങളായി തീരട്ടെ എന്ന് അദ്ദേഹം അവരെ ശപിച്ചു. അപ്പോൾ കാമകേളി നടത്തിക്കൊണ്ടിരുന്ന കാമിനികള് ഈ കമലാസന സൂനുവിനെ കണ്ട് ഭയപ്പെട്ട് കരയ്ക്ക് കയറി പല വഴിക്കും ഓടി എവിടേക്കോ മറഞ്ഞു. മുനിശാപം ഏറ്റതോടുകൂടി കുബേരപുത്രന്മാർക്ക് ബോധം തെളിഞ്ഞു. അവര് കരയ്ക്ക് കയറി വസ്ത്രമെടുത്ത് കൊടുത്ത് അഞ്ജലിബദ്ധരായിട്ട് അംബുജാസന തനയന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ച് ശാപമോക്ഷത്തിന് പ്രാർത്ഥിച്ചു. അപ്പോൾ മുനി പറഞ്ഞു, ദ്വാപരയുഗത്തിന്റെ അന്ത്യ കാലഘട്ടത്തിനടുത്ത് ഭഗവാൻ പാൽക്കടൽ വാസൻ വസുദേവാത്മജനായി ശ്രീകൃഷ്ണ നാമധേയത്തിൽ അമ്പാടിയിൽ യശോദ എന്ന ഗോപവനിതയുടെ വളർത്തുപുത്രനായി വളരും. അന്ന് ശിശുരൂപത്തിൽ ഭഗവാൻ നിങ്ങളെ മറിച്ചിട്ട് ശാപമോക്ഷമരുളും. അതുവരെ നിങ്ങൾ അമ്പാടിയിൽ മരുതുമരങ്ങളായി നിലകൊള്ളുക. ഇപ്രകാരം അനുഗ്രഹിച്ച് വീണാധരൻ വിഹായസൻ മറഞ്ഞു. അങ്ങനെ ശാപഗ്രസ്തരായി തീർന്ന യക്ഷന്മാർ താമസം വിന മരുതുമരങ്ങളായി അമ്പാടിയിൽ വളരാൻ തുടങ്ങി. അനവധി കാലം കൊണ്ട് അവ രണ്ടും വലിയ പെരുമരങ്ങളായിട്ട് രൂപം പ്രാപിച്ചു. രണ്ട് വൃക്ഷങ്ങളും ഒരാൾക്ക് ഇടയിൽ കൂടി കടന്നു പോകാൻ പാടില്ലാത്ത വിധം അത്രയ്ക്ക് അടുത്തടുത്താണ് നിന്നിരുന്നത്. നന്ദഗോപാദികളോടെ താമസിക്കാൻ വരുന്നതിന് വളരെ വളരെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ മരങ്ങൾ അവിടെ നിൽക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കുന്ന സർവജ്ഞനായ ഉണ്ണിക്കണ്ണൻ ആ മരങ്ങളുടെ ശാപരഹസ്യം മനസ്സിലാക്കി ഇനി അവർക്ക് ശാപമോക്ഷം നൽകേണ്ട അവസരം ആസന്നമായിരിക്കുന്നു എന്ന് തിരുവുള്ളത്തിൽ നനച്ചുകൊണ്ട് മന്ദം മന്ദം മരതകവർണ്ണൻ ഉരലും വലിച്ചുകൊണ്ട് ആ മരുതുമരങ്ങളുടെ ഇടയിൽ കൂടി അപ്പുറത്തേക്ക് ഞെങ്ങി ഞെരുങ്ങി കടന്നു. ഉരലിന് കടക്കാനുള്ള ഇടം ഇല്ലാതിരുന്നതിനാൽ അത് ഇപ്പുറത്തങ്ങനെ വിലങ്ങനെ നിന്നു. കൃഷ്ണൻ അത് വകവയ്ക്കാതെ വയറിൽ കെട്ടിയിരിക്കുന്ന ദാമം, അതായത് കയറ് പൊട്ടാത്ത വിധം മുമ്പോട്ട് അതിശക്തിയോടെ വലിച്ചു. അപ്പോൾ ഈ ഉരല് തടഞ്ഞുണ്ടായ ആ ഒരു ഊർജത്താല് ആ മരങ്ങൾ രണ്ടും വേരുകൾ പറഞ്ഞ് അത്യുഗ്രമായ ശബ്ദത്തോടെ ഇരുഭാഗങ്ങളിലേക്കും മറിഞ്ഞ് വീണു. തൽക്ഷണം ആ മരങ്ങളുടെ മൂട്ടിൽ നിന്നും വൈശ്രവണപുത്രന്മാരായ നളകൂബര മണിഗ്രീവന്മാർ പ്രത്യക്ഷപ്പെട്ട് ബാലഗോപാല വേഷധാരിയായ കൃഷ്ണന്റെ മുമ്പിൽ വന്നു നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ച്
പലവട്ടം പ്രദക്ഷിണങ്ങളും ചെയ്ത് ആ ശ്യാമള കോമളനെ വാഴ്ത്തി സ്തുതിച്ചു. അപ്പോൾ ലോകൈകനാഥനായ വിഷ്ണു ഭഗവാന്റെ ദിവ്യസ്വരൂപം ആ കൊച്ചു ഉണ്ണിക്കിടാവിൽ പരിസ്ഫുരിക്കുന്നതായിട്ട് കുബേരകുമാരന്മാർക്ക് കാണാൻ കഴിഞ്ഞു. ശാപം മൂലം മരുതുകളായി നിന്നിരുന്ന അടിയങ്ങൾക്ക് ശാപമോക്ഷം അരുളി അനുഗ്രഹിച്ച നെന്തിരുവടി അടിയങ്ങളിൽ എന്നെന്നും കനിയേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെയും പിന്നെയും അവർ ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു. അങ്ങനെ നളകൂബര മണിഗ്രീവന്മാരെ ഒരു ചെറു പുഞ്ചിരിയാല് അനുഗ്രഹിച്ചതിന് ശേഷം കണ്ണൻ ഒന്നും അറിയാത്ത ഭാവത്തില് ഈ ഉലൂഖബന്ധിതനായി അവിടെ തന്നെ പകച്ചു നിൽക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നന്ദനും യശോദയും വ്രജവാസികളും ഒക്കെ മരങ്ങൾ മറിഞ്ഞു വീണ ശബ്ദം കേട്ടത്. പരിഭ്രാന്തരായ അവരോട് ഓടിപ്പാഞ്ഞെത്തി. അപ്പോൾ അമ്പരചുംബികളായ ആ ഭീമാകാര മരുതുമരങ്ങൾ രണ്ടും ഞെരിഞ്ഞൊടിഞ്ഞ് മറിഞ്ഞു കിടക്കുന്നതും കണ്ണൻ വിഷണ്ണനായി കണ്ണുകളും കണ്ണീരും ഒക്കെ ഒലിപ്പിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നതും കണ്ട് അയ്യോ എന്ന് ഉച്ചത്തിൽ കരഞ്ഞുപോയി അവർ. കാരണം അത് അത്രയ്ക്ക് ഭീകരമായൊരു കാഴ്ചയായിരുന്നു. ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് അവർ ആലോചിച്ചു. പല അസുരന്മാരും ചെയ്ത വിനകളായിരിക്കുമോ, അതോ കാറ്റുകൊണ്ട് മറിഞ്ഞു വീണതാണോ? ഈ ദൃശ്യം പല സംശയങ്ങളിലും അവർ പരസ്പരം പ്രകടിപ്പിച്ചപ്പോൾ അടുത്ത് നിന്നിരുന്ന കുട്ടികൾ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, കൃഷ്ണൻ ഉരലും വലിച്ചുകൊണ്ട് ആ മരങ്ങളുടെ ഇടയിൽ കൂടി നടന്നു. ഉരല് മരങ്ങളിൽ തട്ടി തടഞ്ഞു. അപ്പോൾ കൃഷ്ണൻ അപ്പുറത്തും ഉരല് ഇപ്പുറത്തുമായി. കൃഷ്ണൻ ബലമായി വലിച്ചു, ഞങ്ങൾ കണ്ടതാണ്. ആ സമയം ആ കൂറ്റൻ മരങ്ങൾ രണ്ടും ചടപടാന്ന് മറിഞ്ഞു താഴെ വീണു. അപ്പോഴാ മരങ്ങളുടെ ചോട്ടിൽ നിന്നും സുന്ദരന്മാരായ രണ്ട് ദിവ്യന്മാർ വന്ന് കൃഷ്ണനെ വലത്തു വെച്ച് തൊഴുതു. ഏതാണ്ടൊക്കെ പറഞ്ഞു. കൃഷ്ണൻ അവരെ യാത്രയാക്കി പറഞ്ഞയച്ചു. ഇതൊക്കെയാണ് ഇവിടെ നടന്ന കഥകളെന്ന് പറഞ്ഞു. അപ്പോൾ കേവലം 5 വയസ്സ് മാത്രം, അല്ല 4 വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണനെ കുറിച്ച് ബാലനമ്മ പറഞ്ഞ കഥ കേട്ട് വിശ്വസിക്കാൻ അവർക്ക് ആർക്കും തോന്നിയില്ല. 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ആകാശം മുട്ടി നിൽക്കുന്ന വലിയ മരങ്ങളെ മറിച്ചിടാനോ, അവനെ തൊഴുതു വന്ദിക്കാൻ 2 ദിവ്യന്മാർ വന്നു പോലും. ഇതൊക്കെ കുട്ടികൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് കരുതി അവരെല്ലാം അത് തള്ളിക്കളഞ്ഞു. നന്ദഗോപരാണെങ്കിൽ ഈ സമയം വളരെ കോപത്തോടു കൂടി യശോദയെ വഴക്ക് പറഞ്ഞു. ഉരലിൽ കെട്ടിയിടുക, ലോകത്ത് ഏതെങ്കിലും തള്ള ഇങ്ങനെ ചെയ്യുമോ? ആ മരത്തിന്റെ ഇടയിൽ കിടന്ന് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? മഹാപാപി എന്നൊക്കെ വിളിച്ച് നിനക്കിട്ട് നിന്റെ നടുവിനിട്ട് ഉലക്ക കൊണ്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞു. എന്തായാലും യശോദയ്ക്ക് ആകെ വിഷമമായി. അപ്പൊ യശോദ കുഞ്ഞിനെ എടുക്കാനായിട്ട് കൈ നീട്ടിക്കൊണ്ട് ചെന്നപ്പോ നന്ദഗോപർ പറഞ്ഞു, വേണ്ട, നീ ഇനി കുഞ്ഞിനെ എടുക്കാൻ വേണ്ട, നോക്കാൻ വേണ്ട, നിന്റെ ഒരു ലാളനെയും പൊന്നാരോ ഒന്നും ഇനി വേണ്ട. കുഞ്ഞിനെ കൊല്ലാൻ ഉരലിൽ കെട്ടിയിട്ട് നിനക്ക് ഇനി ആ കാളിന്തിയിൽ കൊണ്ടുപോയി കെട്ടി താഴ്ത്താമായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചാണ് വഴക്ക്. അങ്ങനെ യശോദ കരഞ്ഞ് അനുനയ വാക്കുകളൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ മേടിച്ച് അതിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി നല്ല ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി. അപ്പോൾ താൻ ചെയ്തത് മഹാസാഹസമായി പോയെന്ന് ഓർത്ത് പശ്ചാത്താപത്തോടു കൂടി കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് കുറേ നേരം ആരും കാണാതെയൊക്കെ കരഞ്ഞു. അത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഗോപപാഠത്തിലെ മിക്ക സ്ത്രീ പുരുഷന്മാരും അവിടെ നിൽപ്പുണ്ട്. ഈ അത്യാഹിതം കേട്ടറിഞ്ഞ് അവരെല്ലാവരും അവിടെ വന്നേക്കുന്നതാണ്. അപ്പോൾ താൻ ചെയ്ത പ്രവൃത്തിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് യശോദ പറയാണ്, ഉണ്ണി കാണിക്കുന്ന കുസൃതികളും വേണ്ടാധീനങ്ങളും എല്ലാം കണ്ടിട്ട് ഞാനൊന്നും ശകാരിക്കുന്നില്ല, ശാസിക്കുന്നില്ല എന്നാണല്ലോ നിങ്ങളുടെയൊക്കെ പഴി. അതുകൊണ്ട് ഞാനിപ്പോൾ ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ശിക്ഷിച്ചു. അപ്പോൾ അതും പരാതിയായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, നന്ദഗോപർ പറയാണ്, ഇതിനേക്കാൾ നല്ല ശിക്ഷ ഉലക്ക കൊണ്ട് തലക്കിട്ട് അടിക്കുകയായിരുന്നു. അതോടുകൂടി അവനെ കൊണ്ടുള്ള ശല്യവും തീർന്നു കിട്ടിയാനല്ലോ എന്ന് പറയുന്നത് കേട്ട് മറ്റുള്ളവരെല്ലാം ചിരിച്ചു. അപ്പോൾ എന്തോ ആഭിചാരങ്ങളോ ക്ഷുദ്രങ്ങളോ നാട്ടിലുണ്ട്, അതാണ് അടിക്കടി ഇങ്ങനെയുള്ള ആപത്തുകൾ ഇവിടെ ഉണ്ടാകുന്നതെന്ന് യശോദ തുടർന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരും അത് സമ്മതിച്ചു. എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം ഉള്ളിൽ കടന്നുകൂടിയിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ കൊണ്ട് നിർത്താം. അടുത്ത അധ്യായം 18 ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.